ഉക്രൈന്റെ കേഴ്സ്ക് ഇൻവേഷൻ ഒരു വലിയ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു പക്ഷേ കേഴ്സ് സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനം ഉക്രൈൻ എടുത്തോ, അല്ലെങ്കിൽ റഷ്യ ഇത് സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പ് എന്തെങ്കിലും നൽകിയോ എന്ന് ചോദിച്ചാൽ ഇവ രണ്ടിന്റെയും ഒരു അന്ത്യഘട്ടത്തിലേക്ക് എത്തി എന്ന് തന്നെ പറയാം. അതായത് തിങ്കളാഴ്ച വരെയും ഉക്രൈന്റെ ആർമി മെമ്പേഴ്സിന് റഷ്യ ഒരു വലിയ ഓഫർ നൽകിയിരുന്നു. ഈ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഞങ്ങളുടെ യൂണിറ്റ്സിന്റെ പക്കൽ കീഴടങ്ങിയാൽ നിങ്ങൾക്ക് നല്ലൊരു അവസരം നൽകും. എന്നാൽ തിങ്കളാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഏതൊക്കെ ഉക്രൈൻ സൈനികരെയാണോ കണ്ടെത്തുന്നത് അവർ ആരെയും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് റഷ്യ ഒരു വലിയ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തിങ്കളാഴ്ച അവസാനിച്ചു. അപ്പോൾ കേഴ്സ് ബാറ്റിൽ ഇതുവരെ എന്തൊക്കെ സംഭവിച്ചു, ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു, ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ അറിയാം. പ്രധാനമായും ഏറെ നാളുകൾക്ക് ശേഷം, ഏകദേശം ഒരു വർഷത്തിനു ശേഷം റഷ്യയുടെ ഒരു പ്രധാനപ്പെട്ട വിമാനം വീണ്ടും ആകാശത്തിൽ പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. കേഴ്സ്കിനെ കുറിച്ചുള്ള വാർത്ത ആദ്യം കണ്ടവസാനിക്കാം. കേഴ്സ് ബാറ്റിലിനെ സംബന്ധിച്ച് ഇപ്പോൾ വരെയും ഉക്രൈൻ അവിടെ കീഴടങ്ങാൻ തയ്യാറേ അല്ല. ഒരു കാര്യം പറഞ്ഞാൽ ഒരു പക്ഷെ ഒരുപാട് പേർക്ക് ദേഷ്യം വന്നേക്കാം. സെലൻസ്കി അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത് എന്നേ അറിയില്ല. കാരണം ഒരു ദിവസം മുൻപ് വരെയും അദ്ദേഹം ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു, കേഴ്സ്കിൽ ഉക്രൈന്റെ മിഷൻസ് ഇനിഷ്യേറ്റീവ്സ് എന്നത് എല്ലാം റീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേഴ്സ് ഉക്രൈന്റെ ചരിത്രത്തിലെ ഒരു വലിയ വിജയമായി മാറാൻ പോകുന്നു എന്നൊരു കാര്യം പറഞ്ഞു. ഇദ്ദേഹം എന്ത് ചിന്തിച്ചിട്ടാണ് ഇവയെല്ലാം പറയുന്നത്? സത്യത്തിൽ അവിടെ അങ്ങനെ സംഭവിക്കുന്നോ എന്നുള്ളത് ആ കളത്തിൽ ചെന്ന് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിരുന്നു, ഉക്രൈൻ സൈനികർ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. റഷ്യയുടെ പക്കൽ എല്ലാവരും അകപ്പെട്ടിരിക്കുകയാണ്. വീണ്ടും ലോകത്തിലെ പല മാധ്യമങ്ങൾ ഈ കേഴ്സ് ബാറ്റിലിനെ കുറിച്ച് വലിയ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എങ്കിലും സെലൻസ്കി അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് കേഴ്സ് ബാറ്റിൽ എന്നത് വളരെ വലിയൊരു വിജയമായി യുക്രൈന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ കേഴ്സ് ബാറ്റിലെ യഥാർത്ഥ വിന്നർ ഉക്രൈനാണ്. അങ്ങനെ കേഴ്സ് ബാറ്റിലിൽ തിങ്കളാഴ്ച വരെയും റഷ്യ ഒരു സമയം കൊടുത്തിരുന്നു. നേരിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. സംഭവിക്കുന്ന ഈയൊരു യുദ്ധത്തിൽ തിങ്കളാഴ്ച വരെയും ഉക്രൈൻ സൈനികർക്ക് ഞങ്ങൾ ഒരു അവസരം നൽകും. അവർ ചില തെറ്റുകൾ മനസ്സിലാക്കി ഉക്രൈൻ സൈനികർ റഷ്യയുടെ പക്കൽ കീഴടങ്ങുകയാണെങ്കിൽ സത്യത്തിൽ അവർക്കായിട്ടുള്ള ഒരു ജീവിതം ഞങ്ങൾ നൽകും. ഞങ്ങളുടെ രാജ്യത്തിന്റെ യുദ്ധ തടവുകാരായി അവരെ കരുതാതെ ഉക്രൈനിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ഉക്രൈൻകാരായി ഞങ്ങൾ അവരെ കരുതി അവർക്കായിട്ടുള്ള ഒരു പുനരധിവാസം ഞങ്ങൾ നൽകാൻ തയ്യാറാണെന്നും പറഞ്ഞു. എന്നാൽ തിങ്കളാഴ്ചയ്ക്കും ശേഷം ഇവർ കീഴടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഒരേ ഒരു പുഷിൽ ഞങ്ങളെ കൊണ്ട് ഇവർ എല്ലാവരെയും ചുറ്റിവളയ്ക്കാൻ സാധിക്കും. അങ്ങനെ ചുറ്റിവളയ്ക്കുകയാണെങ്കിൽ ഇവരെ ആരെയും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് നേരിട്ട് തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പോ തിങ്കളാഴ്ച കഴിഞ്ഞു. ഇതിനുശേഷം ഈ കേഴ്സ്കിലുള്ള സൈനികർ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരു ഭാഗത്ത് അധികമായിക്കൊണ്ടിരിക്കുമ്പോൾ കേഴ്സ്കിൽ നിന്നും ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ചില ഫൂട്ടേജസും പുറത്തു വന്നു. ഉക്രൈൻ സൈനികർ 150 പേരോളം സിവിലിയൻസ് പോലെ വേഷം ധരിച്ചുകൊണ്ട് റഷ്യൻ ജനങ്ങളുമായി ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ സിവിലിയൻസിന്റെ വീടുകളിലാണ് അവർ താമസിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ കലർന്ന് താമസിക്കുന്നു. എങ്കിൽ മാത്രമേ അവർക്ക് ജീവൻ സംരക്ഷിക്കാൻ സാധിക്കൂ. ഇവിടെ ഒരു കാര്യം തുറന്നു വരണമെങ്കിൽ മനുഷ്യരെ ഒരു ഷീൽഡായി തന്നെ ഉപയോഗിക്കുന്നു. തുടക്കത്തിൽ ഇങ്ങനൊരു കാര്യം റഷ്യയും ചെയ്തുകൊണ്ടിരുന്നു. ഉക്രൈനുള്ളിലേക്ക് കയറുമ്പോൾ അവരും അത് ചെയ്തു. ഇപ്പോ അതേ കാര്യം തന്നെയാണ് കേഴ്സ്കിൽ ഉക്രൈൻ ചെയ്യുന്നത്. ഇങ്ങനെ സിവിലിയൻസിനെ ഷീൽഡായി ഉപയോഗിക്കുക മാത്രം അല്ല ചെയ്യുന്നത്, അവരുടെ വസ്ത്രങ്ങൾ തന്നെ ധരിക്കുകയും ഇവരുടെ യൂണിഫോം എല്ലാം മാറ്റി ആ വീട്ടിൽ തന്നെ വെച്ചുകൊണ്ട് റഷ്യൻസായി റഷ്യയ്ക്കുള്ളിൽ തന്നെ കറങ്ങി നടക്കും. വീണ്ടും ചിലർ റഷ്യയിലുള്ള ചെറിയ വഴികളിലൂടെ ഉക്രൈനിലേക്ക് തന്നെ തിരികെ പോകുന്നുമുണ്ട്. ഇവിടെ എല്ലാവർക്കും ഒരു സംശയം വരാം, എന്തുകൊണ്ട് ഉക്രൈനിലേക്ക് പോകാനായി അങ്ങനെ ഒരു ചെറിയ വഴി റഷ്യ ഉണ്ടാക്കണം? ആ വഴിയിലൂടെ എന്തുകൊണ്ട് റഷ്യക്കാർ ഉക്രൈനുള്ളിലേക്ക് പോകണം? ഇവിടെ റഷ്യ ഉക്രൈൻ ബോർഡർ എന്നത് ഹെവിലി ഫെൻസ്ഡ് ഒന്നും തന്നെ അല്ല. രണ്ട് രാജ്യത്തിലെ ജനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. ഈ പഷ്തൂൺ വിഭാഗം ജനങ്ങളെ വെച്ചുകൊണ്ട് ദുരന്ത് ലൈൻ എന്ന ഒന്ന് ക്രിയേറ്റ് ചെയ്യുകയും ഈ ഒരു വിഭാഗത്തെ രണ്ടായി വിഭജിക്കുകയും ചെയ്തല്ലോ. അതുപോലെ ഇവിടെയും റഷ്യൻ സപ്പോർട്ടേഴ്സ് ഉക്രൈനുള്ളിലുണ്ട്, റഷ്യയ്ക്കുള്ളിലും അവരുടെ ബന്ധുക്കൾ ഉണ്ട്. അപ്പോ ഇവിടെ ഈ ക്രോസിംഗ് ഇത്രയും ദിവസം വലിയ ഫെൻസിംഗ് ഒന്നും ഇല്ലാതെ, വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. 2022 മുതൽ യുദ്ധം നടക്കുന്നു എന്നുണ്ടെങ്കിലും ഈ ഒരു ബോർഡറിൽ ഈ ക്രോസിംഗ്സ്
റഷ്യ അങ്ങനെ അടച്ചു വെച്ചിട്ടൊന്നുമില്ല. എന്നാൽ ഇപ്പോ ഈ ഫുട്ടേജസ് എല്ലാം പുറത്തു വന്നു. ഉക്രൈൻ സൈനികർ ഇങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നു എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം ആ ഒരു വഴിയിൽ പല റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ റഷ്യ തീരുമാനം എടുക്കും. അപ്പൊ കേഴ്സ് ബാറ്റിൽ ഇനി വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളായിരിക്കും. ഒന്നുകിൽ ഉക്രൈൻ സൈനികർ കീഴടങ്ങി എന്നുള്ള വാർത്ത വരണം, അല്ലെങ്കിൽ റഷ്യൻ സൈനികർ അവിടെ മുഴുവനായും എൻസൈക്കിൾ ചെയ്ത് മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട നഷ്ടം ഉക്രൈന് സംഭവിച്ചു എന്നുള്ള വാർത്ത വരും. കേഴ്സ്കിൽ അപ്പോ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഈ കൊല്ലിഷൻ ഓഫ് വില്ലിങ്സിനെ സംബന്ധിച്ച് ഫ്രാൻസ് ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഞങ്ങളുടെ സൈനികരെ ഞങ്ങൾ ഉക്രൈനിലേക്ക് അയക്കും. നാറ്റോയുടെ ഫോർമേഷൻ ആയാലും അതിപ്പോ ഒരു യൂറോപ്യൻ യൂണിയന്റെ ഫോർമേഷൻ ആയാലും ശരി, സമാധാനം അവിടെ കൊണ്ടുവരാൻ ഉക്രൈൻ ആവശ്യമായ സെക്യൂരിറ്റി അസിസ്റ്റൻസ് ഞങ്ങൾ നൽകാൻ തയ്യാറാണ്. ആര് അവരുടെ സൈനികരെ അയച്ചില്ലെങ്കിലും എന്റെ സൈനികരെ ഞാൻ അയക്കും. ഇങ്ങനെ ഒരു വലിയ ബ്രേക്കിംഗ് ന്യൂസ് അദ്ദേഹം ഇത് പറഞ്ഞു. സത്യത്തിൽ ഫ്രാൻസിനെ സംബന്ധിച്ച് അവർ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വൈകാരികമായി സംസാരിക്കുന്നത് കൊണ്ടോ യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. എന്തൊക്കെ സംസാരിച്ചാലും പീസ് കീപ്പിംഗ് ഫോഴ്സ് ഉക്രൈനിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും യൂറോപ്പിനെ ആരെ കൊണ്ടും രക്ഷിക്കാൻ സാധിക്കില്ല. എല്ലാവരോടും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, യൂറോപ്പ് തീർച്ചയായും റഷ്യക്കെതിരെയുള്ള ഒരു യുദ്ധം ആഗ്രഹിക്കില്ല. അമേരിക്ക തന്നെ ഇത് വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ യൂറോപ്പ് എന്തിനാണ് ഇതിൽ ഇത്രത്തോളം താല്പര്യം കാണിക്കുന്നത് എന്ന ഒരു സംശയം നിങ്ങൾക്ക് വരാം. ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് അറിയണ്ടേ? യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഒരു ഭയമുണ്ട്. ഇന്ന് ഉക്രൈൻ ആണെങ്കിൽ നാളെ നമ്മളാണ് എന്ന്. പ്രധാനമായും ബാൾട്ടിക് രാജ്യങ്ങൾ, അടുത്ത് പോളണ്ട്. ഓരോ രാജ്യം, യൂറോപ്പിലുള്ള ഓരോ രാജ്യങ്ങളും അടുത്ത് നമ്മൾ റഷ്യക്ക് ഇരയാകുമോ എന്നുള്ള ഭയത്തിലാണ് ജീവിക്കുന്നത്. അവർ ഭയപ്പെടുന്നതിലും യാതൊരു തെറ്റും പറയാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ ഇത്രത്തോളം റഷ്യക്കെതിരെ ഹാർഷായി റിയാക്ട് ചെയ്യണമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പൊ കേഴ്സ് ബാറ്റിൽ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് അവസാനിക്കുമ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, റഷ്യയുടെ A50 AWACS ഏകദേശം ഒരു വർഷത്തോളം ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. ഇതിന് പ്രധാനപ്പെട്ട കാരണം 2024 ജനുവരി മാസത്തിൽ ഒരു A50 AWACS ഉക്രൈൻ വെടിവെച്ച് വീഴ്ത്തിയതായി ഒരു വിവരം പുറത്തു വന്നു. വീണ്ടും നോക്കിയാൽ ഫെബ്രുവരി മാസത്തിന്റെ അവസാനം വീണ്ടും ഒരു വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയെന്ന വിവരം വന്നു. മാർച്ച് മാസത്തിൽ സർവീസ് ചെയ്തുകൊണ്ടിരുന്ന ഫെസിലിറ്റിയിൽ ഉക്രൈന്റെ ഒരു ഡ്രോൺ അറ്റാക്ക് നടത്തിയെന്ന ചില വാർത്തകൾ പുറത്തു വന്നു. ഇതിൽ ഒരു വിമാനം തകർന്നതായി സ്ഥിരീകരിച്ചു. റഷ്യയുടെ വ്യോമസേന, പ്രധാനമായും റഷ്യയുടെ സതേൺ കമാൻഡിന് ഇതൊരു വലിയ തിരിച്ചടിയായി മാറി. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ A50 AWACS വിമാനങ്ങൾ യു വേരിയന്റിലുള്ളത് റഷ്യയുടെ പക്കൽ വളരെ കുറവാണ്. കൃത്യമായി പറഞ്ഞാൽ സിംഗിൾ ഡിജിറ്റ് മാത്രമേ ഉള്ളൂ, 10 പോലും ഇല്ല. A50 AWACS എന്താണെന്ന് അറിയാത്തവർക്ക് ഒരു ഷോർട്ട് നോട്ട് തരാം. IL-76 വിമാനത്തിന്റെ ഒരു അപ്ഗ്രേഡഡ് വേരിയന്റ് ആണ്. സാധാരണ 4 എഞ്ചിൻ ഉള്ള ഒരു വിമാനത്തിൽ മുകളിൽ ഒരു കറങ്ങുന്ന റേഡാർ ഡെസ്ക് വയ്ക്കുകയും 800 കിലോമീറ്ററിൽ ഒരു മിസൈൽ വരികയാണെങ്കിൽ അതിനെ കണ്ടുപിടിക്കാൻ കപ്പാസിറ്റിയോടുകൂടി നിർമ്മിച്ച വിമാനം. 300-400 കിലോമീറ്ററിനുള്ളിൽ വരാൻ കഴിയുന്ന ഫൈറ്റർ ജെറ്റ്സ്, അതായത് സാധാരണ 4th ജെൻ പ്ലസ് 4.5 ജനറേഷൻ ജെറ്റ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയും റഷ്യ നിർമ്മിച്ച ഒരു പറക്കുന്ന റഡാർ സ്റ്റേഷൻ എന്ന് പറയാം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇത് കൂടുതലായും ഉപയോഗിച്ച വിമാനമാണ് 2025 വരെയും. ഇങ്ങനെ ഒരു വിമാനം റഷ്യ നഷ്ടപ്പെടുത്തിയതിനു ശേഷം ഔദ്യോഗികമായി യാതൊരു കൺഫർമേഷൻ നൽകിയിട്ടില്ലെങ്കിലും ഒരുപാട് ടെലഗ്രാം ചാനൽസും മറ്റു പല മാധ്യമങ്ങളും അത് കൺഫേം ചെയ്തിരുന്നു. റഷ്യ ഇവിടെ അവരുടെ വിമാനങ്ങളെ ഉക്രൈൻ ബോർഡറിനടുത്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി തന്നെ ഭയന്നു. എന്നാൽ ഇതിൽ ഒരു വലിയ ട്വിസ്റ്റ് സംഭവിച്ചത്, അതിനെ വെടിവെച്ച് വീഴ്ത്തിയത് ഉക്രൈന്റെ പാട്രിയോട്ടോ അല്ലെങ്കിൽ ഉക്രൈന്റെ S-200 S-300 ഒന്നും തന്നെയല്ല. ഞങ്ങളുടെ ഫ്രണ്ട്ലി ഫയർ വഴിയാണ് ഞങ്ങൾ ഇതിനെ വെടിവെച്ച് വീഴ്ത്തിയത് എന്ന് റഷ്യയുടെ റോയൽ ഫോഴ്സ് കമാൻഡർ തന്നെ പറഞ്ഞു. അപ്പോ ഈ A50 AWACS വിമാനം ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും ആകാശത്തിൽ പറക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയേണ്ടത്. ഒന്ന്, മാർച്ച് 13-ാം തീയതി ഉക്രൈനെതിരെ റഷ്യ ഒരു 70-ലധികം ഡ്രോൺ അറ്റാക്കും 14-ലധികം ക്രൂയിസ് മിസൈൽസിന്റെ ആക്രമണവും ഹൈ പ്രിസിഷനോടുകൂടി ചെയ്തിരുന്നു. അതിന് ഈ A50 AWACS വിമാനത്തിന്റെ പങ്ക് വലിയ രീതിയിലുണ്ടായിരുന്നു. ഇത് മാത്രം അല്ല, A50 AWACS വിമാനം എപ്പോഴെല്ലാമാണോ ആകാശത്തിൽ പറക്കുന്നത് അപ്പോഴെല്ലാം ഉക്രൈനെതിരെയുള്ള ഒരു വലിയ മിസൈൽ റാംപേജ് തന്നെ റഷ്യ നടത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം വരണം, റഷ്യയുടെ വിമാനം ഇവിടെ പറക്കുന്നു എന്നുള്ളത് ഉക്രൈന് അറിയാം. പിന്നെയും എന്തുകൊണ്ട് ഉക്രൈനെ കൊണ്ട് അത് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് ആ വിമാനത്തെ വെടിവെച്ച് വീഴ്ത്താൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഉക്രൈന്റെ പക്കൽ അത്രത്തോളം ദീർഘദൂരം പോയി അറ്റാക്ക് ചെയ്യാൻ കഴിവുള്ള യാതൊരു സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റവും ഇല്ല. പാട്രിയോട്ടിന്റെ എൻഗേജ്മെന്റ് റേഞ്ച് കൂടുതലാണെങ്കിലും ഇവയെല്ലാം പറക്കുന്നത് റഷ്യയുടെ അതിർത്തിയിലാണ്. അപ്പോ ഉക്രൈന് അവിടെ നിന്ന് ഒരു വിമാനം പറക്കുന്നു എന്ന് മനസ്സിലാക്കിയാലും അവർക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിനായിട്ടുള്ള മിസൈൽസും അവരുടെ പക്കൽ ഇല്ല.
അപ്പോൾ റഷ്യയുടെ വിമാനം കഴിഞ്ഞ 24 മണിക്കൂറിൽ മാത്രം, അതായത് മാർച്ച് 13-ാം തീയതിക്ക് ശേഷം 3 തവണ റഷ്യ ഉക്രൈൻ ബോർഡറോട് ചേർന്ന് പറന്നു. ഈ 3 തവണയും ഇത് പറക്കുന്നു എന്നുള്ളത് ഇവിടെ ഒരു വലിയ വാർത്തയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഏതോ ഒരു വലിയ മിസൈൽ റാംപേജിന് റഷ്യ അവിടെ ഇൻപുട്സ് ഗ്യാദർ ചെയ്യുകയാണ്. ഈ വിമാനം പറക്കുമ്പോൾ ആകാശത്തിൽ പറക്കുന്ന ടാർഗറ്റ്സിനെ മാത്രം അല്ല ട്രാക്ക് ചെയ്യുന്നത്. എവിടെയെല്ലാമാണ് ഇവരുടെ ഡേറ്റാബേസ് സെന്റേഴ്സ് ഉള്ളത്, എവിടെയെല്ലാം അവരുടെ പ്രധാനപ്പെട്ട ഗ്രൗണ്ട് ഇൻസ്റ്റലേഷൻസ് ഉണ്ട് എന്നുള്ള ഡാറ്റ എല്ലാം ഗ്യാദർ ചെയ്യും. ഉക്രൈൻ ഇത് കണ്ട് ഭയപ്പെടാൻ ഇത് മാത്രം അല്ല കാരണം. ഒരേ സമയത്ത് 11-ലധികം ഫൈറ്റർ ജെറ്റ്സിനെ വ്യത്യസ്ത ലൊക്കേഷൻസിനെ നോക്കി ഇൻപുട്സ് കൊടുത്ത് മിസൈൽസിനെ ഡിഫെൻഡ് ചെയ്യാനായി അയച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടുന്ന് ഒരു മിസൈൽ അയച്ച് മൾട്ടിപ്പിൾ ഡയറക്ഷനിലുള്ള പല ടാർഗറ്റ്സിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിനും ഈ ഒരു AWACS വിമാനം സഹായിക്കും. അപ്പോ ഈ വിമാനം വീണ്ടും ആകാശത്തിൽ പറക്കുന്നത് ഉക്രൈന് പുറത്ത് പറയാൻ കഴിയാത്ത ഒരു തരം ഭയം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിനകം ഒരുപാട് ഉക്രൈൻ സൈനികർ ഇതിനു നേരെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഉക്രൈനിലെ ഒരുപാട് വാർ ബ്ലോഗേഴ്സും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നത് ATACMS മിസൈൽസ് അമേരിക്കയുടെ പക്കൽ നിന്നും ഉക്രൈനിലേക്ക് വരില്ല, അത് അവസാനിച്ചു. അതിന് പകരം ഈ ഗ്രൗണ്ട് ലോഞ്ച്ഡ് സ്മോൾ ഡയമീറ്റർ ബോംബ്സ് ആണ് വരുന്നത്. അത് കൂടുതൽ എണ്ണം നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർ ഇതിനിപ്പോ പ്രതികരിക്കാൻ തുടങ്ങിയത് ATACMS ഒക്കെ ഈ ഒരു മിസൈലിന്റെ പക്കൽ പരാജയപ്പെടും, റഷ്യക്ക് വലിയ ആപത്ത് ഉക്രൈൻ കാരണം ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ATACMSമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ GLSDB എന്നത് ഒന്നും തന്നെ അല്ല. സത്യത്തിൽ സാധാരണ ഒരു ഗ്രൗണ്ട് ലോഞ്ച്ഡ് പ്രിസിഷൻ അമ്യുനേഷനായി മാത്രമാണ് അമേരിക്ക ഇതിനെ നിർമ്മിച്ചത്. എന്നാൽ ഇതിനെക്കുറിച്ച് അറിയാതെ പലരും ഇത് സംസാരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഒരു കമ്പാരിസൺ വീഡിയോയിൽ തന്നെ നമുക്കത് ചെയ്യാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസിന് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.